തീർച്ചയായും. ലാലേട്ട, നമ്മൾ ഓണവിശേഷത്തിലേക്ക് വന്നാലേ, ഇപ്പം എല്ലാവരെ സംബന്ധിച്ചും കുടുംബത്തിനൊപ്പം ഓണം ആഘോഷിക്കണം എന്നായിരിക്കും നമ്മൾ സാധാരണക്കാരെ എല്ലാവർക്കും ലാലേട്ടനും ഒക്കെ ആഗ്രഹം ഉണ്ടാവുക. അപ്പം ലാലേട്ടന് അമ്മയ്ക്കൊപ്പം ഓണം ആഘോഷിച്ച ഏറ്റവും സുന്ദരമായ വലിയ മറക്കാൻ പറ്റുന്നൊരു മനോഹരമായ ഓണക്കാലം അത് ഏതായിരുന്നു ലാലേട്ട? അങ്ങനെയില്ല, അമ്മയായിട്ടുള്ള എല്ലാ ഓണക്കാലവും നല്ലതാണ്. നമ്മൾ അങ്ങനത്തെ ഒരു സൊസൈറ്റിയിലല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുടുംബ അവസ്ഥയിലല്ലേ വളർന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാര്യം അതൊരു റിച്വൽ പോലെ ഓണത്തിന് എല്ലാവർക്കും അവധി കിട്ടും, നാട്ടിലെത്തും, അതൊരു ഭാഗമായിട്ട്. പക്ഷെ അതെല്ലാം മാറി. എനിക്ക് കിട്ടാൻ, ഞാൻ എപ്പോഴായാലും ഓണത്തിന് അമ്മയുടെ അടുത്ത് പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഉണ്ടാവില്ല, ഞാൻ പുറത്താണ്, ഞാൻ US പോകും. അല്ലെങ്കിലും അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല. പക്ഷെ എന്നാലും അമ്മയുടെ കൂടെ പോയിരുന്ന് ഊണ് കഴിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അതിപ്പോൾ എല്ലാ ദിവസവും അമ്മയുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നത് ഓണത്തിന് കഴിക്കുന്ന പോലെ തന്നെയാണ്. അപ്പം പല സ്ഥലങ്ങളിലാണ് എൻ്റെ ഫാമിലി, എൻ്റെ മകൾ വേറെ സ്ഥലത്താണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോയി, അതൊക്കെ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതല്ലാതെ നമുക്ക് ഒത്തുചേരാം. ഈ ഓണത്തിനെന്ന് പറയുന്ന പണ്ട് ആ സമയത്ത് ഒരുപാട് പേർക്ക് ലീവ് കിട്ടുന്ന സമയമാണ്, സ്കൂൾ അടയ്ക്കുന്ന സമയമാണ്. പല സ്ഥലത്ത് അവർ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കും. ആ സമയമാകുമ്പോൾ എനിക്ക് ലീവ് കിട്ടണം, നാട്ടിൽ വരണം, ബാക്കി റിലേറ്റീവ്സിനെയൊക്കെ കാണണം. ആ സിസ്റ്റമൊക്കെ അപ്പോൾ അതൊക്കെ മാറി, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ആൾക്കാർക്ക് കുറഞ്ഞു തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് എനിക്കും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, ഉള്ളത് കൊണ്ട് ഓണം ആഘോഷിക്കുക എന്നുള്ളതാണ്. അതെ ലാലേട്ട, ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് ലാലേട്ടനെ സ്നേഹിക്കുന്ന ആളുകൾ വലിയ രീതിയിൽ സന്തോഷത്തോടെ കൂടി കേട്ടൊരു വാർത്തയുണ്ട്. മകള് വിസ്മയ സിനിമയിലോട്ട് വരുന്നു. ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന തുടക്കം, വിസ്മയുടെ തുടക്കം പോലെ തന്നെ പേരും അങ്ങനെ തന്നെയാണ്, തുടക്കം എന്നുള്ള സിനിമയിൽ വരുവാണ്. എനിക്ക് തോന്നുന്നു SP പോസ്റ്റിലല്ലാതെ ലാലേട്ടൻ അതിനെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ല. എല്ലാവർക്കും നമ്മുടെ പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടാവും വിസ്മയുടെ തുടക്കത്തെ പറ്റി ലാലേട്ടൻ പറയുന്നത് കേൾക്കാൻ. ഇല്ല, അവർക്കൊരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു. അവർ സ്കൂളിലും ഒക്കെ ആക്ട് ചെയ്യുന്നൊരു കുട്ടിയാണ്. അവർ ആക്ടിങ് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്, ഡാൻസ് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്, പെയിൻറ്റിങ് കോഴ്സ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഒരു മാർഷൽ ആർട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഷീൻഡു തായ്ചി എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു കുട്ടിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ ആ കുട്ടിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു താല്പര്യം പ്രകടിപ്പിച്ചു. അത് കണ്ടിന്യൂസ് ആയിട്ടൊന്നല്ല, ഐ വോണ്ട് ടു ആക്ട് ഇൻ വൺ ഫിലിം. ഒരു പക്ഷേ പ്രണവ് അഭിനയിച്ച് കണ്ടുകൊണ്ടായിരിക്കാം ഇപ്പം എനിക്കൊരു സമയമായി ഐ ആം പ്രിപ്പയർഡ് എന്ന് പറഞ്ഞപ്പോൾ ജൂഡിൻ്റെ ഒരു കഥ ഇവർക്ക് വളരെ ആപ്റ്റായിട്ട് തോന്നി. അതും ഒരു മാർഷൽ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. അപ്പോൾ ആ കഥ ആ കുട്ടിയോട് പറയുകയും ഞങ്ങൾ കേൾക്കുകയും ചെയ്തപ്പോൾ അതിന് ചെയ്യാമെന്നുള്ളൊരു തയ്യാറെടുപ്പുണ്ടായി. അതാണ്, അല്ലാതെ ആ സിനിമ ഇനി ഉണ്ടാകണം, അത് അഭിനയിക്കണം, ആ സിനിമ റിലീസാകണം, അതൊരു പ്രോസസ്സാണ്. പ്രണവും അങ്ങനെയായിരുന്നു. പ്രണവും ആദി എന്നുള്ള ഫിലിം, അയാളും സ്കൂളിലെ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിരുന്നു. പക്ഷേ സിനിമയോട് അത്യാവശ്യം പ്രതിപത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഘട്ടം വന്നപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാം എന്ന് പറഞ്ഞു. അത് ഇപ്പോൾ ഒരു ആക്ടറുടെ മകൻ അല്ലെങ്കിൽ മകൾ അഭിനയിക്കണം എന്നൊരു റൂളും ഇല്ല, അത് അവരുടെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിന് അവർ വന്നപ്പം എന്നോട് പറയുകയും ഞങ്ങളോട് പറയുകയും ചെയ്തപ്പം നമുക്ക് അതിനുള്ളൊരു സംവിധാനമുണ്ട് അല്ലേ. ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, ഞങ്ങൾക്ക് പിന്നെ അതിനൊരു പാരഫെർനാലിയൊക്കെ ഉണ്ട്, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ സൗകര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർക്കൊരു സിനിമ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് വിസ്മയ്ക്കൊരു സിനിമ കിട്ടിയത്. അല്ലാതെ നാളെ മോഹൻലാലിൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് സിനിമയൊന്നും കിട്ടില്ല. നമ്മൾ യു ഹാവ് ടു പ്രൂവ് യുവർ സെൽഫ്. അപ്പോൾ അവർക്ക് പറ്റുന്നൊരു കഥ കിട്ടി. അപ്പോൾ അത് ചെയ്താൽ നന്നായിട്ടുണ്ടാകുമെന്ന് തോന്നിയിട്ട് ജൂഡുമായിട്ട് സംസാരിച്ചു. ജൂഡ് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞു.